നിന്നിലലിയ രചന ആഷ്ലി. അവതരണം സാലിം കരുണ. അവൻ പറഞ്ഞു നിർത്തിയത് നേട് നിറഞ്ഞ മിഴികൾ ഞെട്ടലോടെ വിടർന്നു. 1 അവർ മാത്രമാണ് നിനക്ക് തീരുമാനിക്കുന്നിരുന്ന സമയം. 1 അവർ കഴിയുമ്പോൾ ഞാൻ ഒന്നുകൂടെ വിളിക്കും. നീ വരേണ്ട സ്ഥലവും സമയമൊക്കെ ഞാൻ അപ്പം അറിയിക്കും. ഇനി എന്നെ കൊടുക്കാൻ വല്ല പ്ലാനും അപ്പം ആലോചിച്ചാ ഓർത്തോണം, നിന്റെ കുഞ്ഞിന്റെ കരച്ചിൽ പോലും നീ ഇനി കേൾക്കില്ല. അത്രയും പറഞ്ഞ ആ കോള് കെട്ടായെന്ന് തകർന്നു പോയവൾ നിലത്തേക്ക് ഊർന്നിരുന്നു പോയി. ജോണിന്റെ ഗസ്റ്റ് ഹൗസുകളിലും അറിയാവുന്ന ഹിഡൻ സ്ഥലങ്ങളിലുമൊക്കെ ശിവയും ലിയോണും ചേർന്നുള്ള ഗ്രൂപ്പ് കയറി ഇറങ്ങുകയാണ്. ലിയോൺ അവനറിയാവുന്ന ഇടങ്ങളെല്ലാം ശിവക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഇതാണ് അവസാനത്തേത്, ഇതിനപ്പുറം വേറൊരു സ്ഥലം എനിക്കറിയില്ല. മുന്നിൽ കാണുന്ന അടഞ്ഞു കിടക്കുന്ന ആ പഴയ റെസ്റ്റ് ഹൗസ് നോക്കി കാറിൽ ശിവക്കൊമ്പിന്റെ ലിയോൺ പറഞ്ഞു. ഇരുവരും കാറിൽ നിന്നിറങ്ങി. ലിയോൺ തന്നെ ബാക്കി സ്റ്റിക്ക് വെച്ച് കുത്തി പയ്യെ ഇറങ്ങി. വലതുകാലം തിരിച്ചു കിട്ടിയ ചലനശേഷി മൂലം ആ സ്റ്റിക്കിന്റെ സഹായത്തോടെ ഏന്തി നടക്കാം ഇപ്പോൾ ലിയോണിന്. കുഞ്ഞിനെ കാണാനില്ലെന്ന് അറിഞ്ഞപ്പോൾ മുതൽ വല്ലാത്തൊരു ആവേശത്തോടെയാണ് ലിയോണും ശിവക്കൊപ്പം ഇറങ്ങി തിരിച്ചത്. അവന്റെ ആ ഉള്ളിലെ വിശ്വാസമോ മോളെ കണ്ടുപിടിക്കാനുള്ള ദൃഢനിശ്ചയമോ ആണ് അവന്റെ കാലുകളിൽ ഇത്രയും പെട്ടെന്ന് മാറ്റം കണ്ടത്. അതെ ശിവ, ഈ ഇടിയ അയാളേതോ മാർവാടെ കയ്യിൽ നിന്ന് ഈ ബിൽഡിംഗ് വാങ്ങി ഗോഡൌൺ ആക്കാൻ വേണ്ടിയാ. ഇതിൽ കൂടുതൽ വേറൊരു സ്ഥലവും അയാൾക്കുള്ളതായി എവിന് അറിയില്ല. ശിവ ചോദിച്ചതിന് ലിയോൺ മറുപടി പറഞ്ഞു. ലിയോൺ അറിയാത്ത സ്ഥലങ്ങൾ എബിനോട് ചോദിച്ചറിഞ്ഞതാണ് അവൻ. പെട്ടെന്ന് ശിവയുടെ ഫോൺ റിങ് ചെയ്തു. വിനിയൊന്നും കണ്ടതും അവൻ വേഗം കോൾ എടുത്തു. ഹലോ ശിവേട്ടാ. ഫോൺ എടുത്തതും വിനുവിന് വെപ്രാളത്തോടെയുള്ള ശബ്ദം കേട്ടു ശിവ. എന്താടാ, എന്താ പറ്റി? ശിവേട്ടാ, നിച്ചിയെ കാണാനില്ല. വാറ്റ്? കാണാനില്ലെന്നോ? അവൾ എവിടെ പോകാനാ? നീ അവിടേക്ക് നോക്ക്, അവളവിടെ കാണും. ശിവക്ക് ടെൻഷനായി. ഇല്ലേട്ടാ, ആൽബിച്ചായ പോയപ്പോൾ മുതൽ നീച്ചി മുറിയിൽ തന്നെ കിടക്കുമായിരുന്നു. ഒറ്റയ്ക്ക് ഇരിക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് ഞങ്ങളൊക്കെ മാറിക്കൊടുത്തു. കുറെ കഴിഞ്ഞ് സാറാമ്മ ചെന്ന് നോക്കിയപ്പോൾ നീച്ചി മുറിയിലില്ല. ഞങ്ങൾ ഈ വീട് മുഴുവൻ നോക്കി, ആളില്ല ഇവിടെ. ആവലാതിയോടെ വിനു പറഞ്ഞു തരുന്നത് ഞെട്ടിലോടെ ശിവ അടുത്ത് നിന്ന് ലിയോണിനെ നോക്കി. അടച്ചിട്ടിരിക്കുന്ന ആ മുറിക്കുള്ളിൽ ബെഡിലിരുന്ന് കരയിക്കുകയാണ് കുഞ്ഞിപ്പെണ്ണ്. അവൾക്ക് മുന്നിലായി കുറെ ടോയ്സും ചോക്ലേറ്റ്സും ഒക്കെ വെച്ചിട്ടുണ്ട്. എന്നാൽ അതൊന്നും നോക്കുക പോലും ചെയ്യാതെ അമ്മയെന്ന് വിളിച്ച് വീങ്ങി പൊട്ടുകയാണ് കുഞ്ഞ്. ഷോ, ഇങ്ങനെ കരയല്ലേ മോളെ, ദേ ഈ പാല് കുടിച്ചേ. കുഞ്ഞിന് മുന്നിൽ നിന്ന് 2 സ്ത്രീകൾ ഒരാൾ കയ്യിലെ പാൽ ഗ്ലാസ് നേടിക്കൊണ്ട് പറഞ്ഞു. ചേച്ചി വേഞ്ച, ചേച്ചി ഞാൻ അമ്മയെ കാനനും എന്ന് പറഞ്ഞ് ഉറക്കെ കരഞ്ഞു. ഷോ ദൈവമേ, വന്നപ്പോ തൊട്ട് മുതലുള്ള കരച്ചിലായത്. ഇങ്ങനെ പോയാൽ ഈ കുഞ്ഞിന് പല അസുഖവും പിടിക്കുമല്ലോ. ആ സാറിന് എന്തിനാണ് ഈ കൊച്ചു കുഞ്ഞ്? കൂടെയുള്ള മറ്റേ സ്ത്രീ പറഞ്ഞതും ആവോ, ആർക്കറിയാം എവിടുന്ന് പിടിച്ചു കൊണ്ടുപോകുന്നതാണെന്ന്. ഏതായാലും ഏതോ വലിയ വീട്ടിലെ കൊച്ചാണെന്ന് കാണുമ്പോൾ അറിയാം. അതിന്റെ അപ്പനും അമ്മയൊക്കെ ഇപ്പൊ തിരക്കില്ലേ ഇതിനെ? പിന്നല്ലേ ഇത്രയും കുഞ്ഞു കൊച്ചിനെ കൊണ്ടുവന്ന് ഇങ്ങനെ പേടിപ്പിച്ചിട്ട് ദുഷ്ടത്തരം കാണിക്കണമെങ്കിൽ അയാളുടെ ഒരു മനസ്സ്. ഓ, വല്ലതും പറയാൻ പറ്റുമോ? കാശ് വാങ്ങിച്ച് ജോലി ചെയ്യുന്നതല്ലേ. ആ സ്ത്രീ പറഞ്ഞതും മറ്റവർ അത് ശരിവെക്കും പോലെ തലകുലുക്കി. പെട്ടെന്നാണ് ഡോറ് തുറന്നവൻ അകത്തേക്ക് വന്നത്. അവനെ കണ്ടതും ആ പെണ്ണുങ്ങൾ 2 സൈലന്റായി. എന്തായി? അത് സാറേ, കുഞ്ഞിതിരെ ഒന്നും കഴിച്ചിട്ടില്ല, ഒരേ കരച്ചില്ല. ഈ പാല് കൊടുത്തത് പോലും കുടിക്കുന്നില്ല. അവൻ ചോദിച്ചത് കേട്ട് അവിടെ നിന്ന് സ്ത്രീകളിൽ ഒരാൾ പറഞ്ഞു. അധികം തന്നേക്ക്, ഞാൻ കൊടുത്തോളാം, നിങ്ങൾ പുറത്തേക്ക് വെക്കും. അവൻ പറഞ്ഞതും കയ്യിലെ പാൽ ഗ്ലാസ് കൊടുത്തിട്ട് അവർ 2 പേരും വെളിയിലേക്ക് പോയി. അവൻ പതിയെ വീട്ടിലേക്ക് ഇരുന്നു. എന്താ അങ്ങളുടെ കുഞ്ഞിപ്പെട്ട് പാല് കുടിക്കാത്തേ? ചേച്ചി വേണ്ട. ഏങ്ങുന്നതിനിടയിലും കുഞ്ഞ് ദേഷ്യത്തോടെ പറഞ്ഞ് അവളുടെ കുഞ്ഞു മുഖം ചുവന്നു വീർത്തു. അവന്റെ കണ്ണുകൾ ഒരു നിമിഷം ആ കവളിലൂടെ ഓടി നടന്നു. ദേഷ്യപ്പെടുമ്പോൾ നീ നിന്റെ അമ്മയെ പോലെ തന്നെയാ. ആ കവളുകളിലെ നുഴക്കുഴി അതുപോലെ തന്നെ അമ്മയെ പറിച്ചു വെച്ചേക്കുള്ള മോള്. വല്ലാത്തൊരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൻ കുഞ്ഞിന്റെ കവളിൽ പിടിക്കാനായി കൈ നീട്ടിയത്. പോതാ തോന്നുന്നില്ലേ, എന്റെ പാപ്പയൊരു പനി കോക്കോ നിന്നെ. മോള് പാപ്പയെ പോലെയാ, അവനെ പോലെ അല്ല. തന്നിലേക്ക് നീട്ടിയവന്റെ കൈകൾ ദേഷ്യത്തിൽ തട്ടി മാറ്റി ചുവന്ന് കയറിയ മുഖത്തോടെ വിറച്ചു പറഞ്ഞു കുഞ്ഞി. അപ്പന്റെ ദേഷ്യക്കാരി. അവൻ ചിരിയോടെ കൈയൊന്ന് കൊടുന്നു. അപ്പൊ മോള് പാപ്പയോട് അങ്ങളെ പറ്റി എങ്ങനെ പറഞ്ഞു കൊടുക്കും? പാപ്പ ഇവിടെ ഇല്ലല്ലോ. പാപ്പ വരും, കൊന്തോവാൻ. കുഞ്ഞ് വീണ്ടും വീങ്ങി പൊട്ടാൻ തുടങ്ങി. അയ്യേ, അങ്ങളുടെ മോള് കരയണ്ട. ഗുഡ് ഗേൾ അല്ലേ മോള്? ഗുഡ് ഗേൾ കരയാൻ പാടുണ്ടോ? അമ്മ പറയാറില്ലേ ഗുഡ് ഗേൾ ഒരിക്കലും കരയില്ലെന്ന്, അല്ലേ? അവൻ ചോദിക്കവേ കുഞ്ഞൂസ് നിഷ്കളങ്കമായ അതേന്ന് തലയാട്ടി. എന്നാലേ നല്ല മോള് ഈ പാല് കുടിക്കും. അപ്പൊ മോളെ കൊണ്ടുപോകാൻ അമ്മ ഇവിടെ വരും. അമ്മ വായോ?
തൻ്റെ കുഞ്ഞിക്കണ്ണുകൾ വിടർത്തി കളങ്കമറിയാതെ ആ കുരുന്ന് ചോദിച്ചു. ഉറപ്പായും വരും. അമ്മ വന്നിട്ട് മോളെയും മോളുടെ അമ്മയും കൊണ്ട് മാമൻ പോകും. ഇപ്പം ഇത് കുടിക്കാവോ? അവൻ സ്നേഹത്തോടെ പാല് നീട്ടിയതും ഒരു നിമിഷം അവനൊന്ന് നോക്കിയിട്ട് കുഞ്ഞി പാല് കുടിച്ചു. പെട്ടെന്ന് അവൻ്റെ ഗാർഡ്സിലൊരാൾ കഥകൾ തട്ടി അകത്തേക്ക് വന്നു. സാറേ, ആളെത്തിട്ടോ. അകത്തേക്ക് വന്നവൻ പറഞ്ഞതും അത് കേട്ടവൻ്റെ ചുണ്ടിൽ ചിരി നിറഞ്ഞു. തലയിൽ കൂടിയിട്ടിരിക്കുന്ന കറുത്ത തുണി മാറ്റിയത് നീയെ കണ്ണുകളൊന്ന് ചിമ്മി തുറന്നു. ഏതോ ഒരിടം, ചുറ്റും കാടുകൾ. അവൾ കാറിൽ നിന്ന് ചുറ്റും നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. മോള് കൂടെയുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചവൻ പറഞ്ഞതനുസരിച്ച് വീടിന്റെ പുറകു വഴിയിൽ കൂടി ആരും അറിയാതെ വെളിയിലിറങ്ങിയതും തനിക്കായുള്ള വണ്ടി അവിടെ ഉണ്ടായിരുന്നു. അതിൽ കയറിയതും ആരോ മുഖം തുണി കൊണ്ട് മൂടി. പിന്നെ ഇവിടെ എത്തും വരെ എവിടേക്കാണ് വന്നതെന്നോ ആർക്കും പാടിരിക്കുന്നതെന്നോ ഒന്നും അറിയില്ല. ചിന്തിച്ചുകൊണ്ട് നീ മുന്നിലുള്ള കെട്ടിലേക്ക് നോക്കി. ഒരുപാട് പഴക്കം തോന്നിക്കുന്ന ഒരു പഴയ ഇരുനില വീട്. ബ്ലാക്ക് ഹുഡിയും മാസ്കും വെച്ച അവൾ വന്ന മതിയ ഡ്രൈവർ കയ്യിലെ തോക്ക് ചൂണ്ടി മുന്നോട്ട് നടക്കാൻ അവളോട് പറഞ്ഞതും നീയെ പതിയെ ആ കെട്ടിനുള്ളിലേക്ക് കയറി. ആ ഡ്രൈവറെ പോലെ തന്നെ വേഷം ധരിച്ച 3 പേർ കയ്യിൽ തോക്കുമായി അതിനുള്ളിൽ നിൽക്കുന്നത് അവൾ കണ്ടു. അതിലൊരാൾ അവളെയും കൊണ്ട് റൂമിലേക്ക് പോയി. അതിന് മുന്നിൽ ചെന്നതും അയാൾ അകത്തേക്ക് കയറാൻ ആവശ്യപ്പെട്ടു. നീയെ പതിയെ റൂം തുറന്ന് അകത്തേക്ക് കയറിയതും കണ്ടു ബെഡിൽ ചാഞ്ഞിരുന്ന ഒരു ടോയിയെയും കയ്യിൽ പിടിച്ചിരിക്കുന്ന കുഞ്ഞുപിടിനെ. അത് കണ്ടതും അവളുടെ നെഞ്ചൊന്ന് പൊടിഞ്ഞു. ഭാവേ, ഇടറിയ ശബ്ദത്തോടെ വിളിച്ചുകൊണ്ടവൾ കുഞ്ഞിനരികിലേക്ക് പാഞ്ഞതും നീയുടെ ഒച്ച കേട്ട് കുഞ്ഞിപ്പെണ്ണ് തലപൊക്കി നോക്കി. അമ്മേ! ബെഡിൽ ചാടി എന്നിട്ട് അവൾ വിളിച്ചതും നീ ഓടിച്ചെന്ന് കുഞ്ഞിനെ വാരിപ്പ് വന്നു. അമ്മയുടെ പൊന്നെ, എന്റെ ഭാവേ! കുഞ്ഞിപ്പെണ്ണിന്റെ ഇരു കൈകളിലും പൊതിഞ്ഞു പിടിച്ച് അവളുടെ നെറുകയിലും മുഖത്തും മാറി മാറി ചുംബിച്ചു നീയ മതിവരാത്ത പോലെ. മോക്കയ്യ, അമ്മ വായൂന്ന്. ആ അങ്കിള് പാഞ്ഞു അമ്മ പെറ്റെന്ന് വായൂന്ന്. കുഞ്ഞിപ്പെണ്ണ് വലിയ കാര്യം പോലെ നീയോട് പറഞ്ഞു അവൾ നെരിച്ചു വിളിച്ച് മോളെ നോക്കി. ആരാ എന്റെ കുഞ്ഞോട് അങ്ങനെയൊക്കെ പറഞ്ഞത്? നീയെ ചോദിച്ചതും ദേ എന്നും പറഞ്ഞ് കുഞ്ഞി കൈ ചൂണ്ടി. നീയുടെ കണ്ണുകൾ അങ്ങോട്ട് ചരിച്ചതും കണ്ടു മുറിക്കകത്തൊരു കോർണറിൽ ഇരു കൈകളും കെട്ടി നിന്ന് തങ്ങളെ നോക്കി ചിരിക്കുന്നവന്. ഹായ് നിയ. ചിരിയോടെ അവൻ വിളിച്ചതും അവനെ കണ്ട നീയ തന്റെ കണ്ണുകളെ വിശ്വസിക്കാനാവുന്ന ഞെട്ടി നിന്നു. എബി ചാച്ചൻ. ഞെട്ടിലോട് അവളുടെ ചുണ്ടുകൾ മുറിഞ്ഞു. അയ്യോ നിയോ, നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്നെ അങ്ങനെ വിളിക്കല്ലെന്ന്. ചാച്ചനല്ല, ഇച്ചായൻ. നിന്റെ എബിച്ചായനാ ഞാൻ. വല്ലാത്തൊരു തരം ദേഷ്യത്തോടെ ചിരിച്ചുകൊണ്ട് പറയുന്നവനെ കണ്ട നീയെ പേടിച്ചു പോയി. മുന്നിൽ നിൽക്കുന്നത് താൻ കണ്ട് വളർന്ന ആളെ തന്നെയാണോന്ന് പോലും അവൾ ഭയപ്പെട്ടു. എന്താ എബിച്ചായ ഇത്? ചാച്ചനാണോ എന്റെ മോളെ? കുഞ്ഞിപ്പെണ്ണൻ നെഞ്ചിലേക്ക് ഒന്നുകൂടി ഇറുകെ പിടിച്ച് വിറച്ച് കൊണ്ട് അവൾ അവനോട് ചോദിച്ചു. എന്താ നീ ഇങ്ങനെ പേടിക്കുന്നേ? നീ എവിടെ ഇരിക്ക്. ദാ കണ്ടില്ലേ, നമ്മുടെ മോളെ കൊണ്ടുവന്നപ്പോ അവളൊരു പോറ് പോലും മേൽക്കാതെയാ ഞാൻ നോക്കി. ദേ നോക്ക്, അവൾക്ക് ചോക്ലേറ്റ്സും ടോയ്സും ഒക്കെ വാങ്ങി ഞാൻ. നോക്ക്. കുഞ്ഞിക്കായ് വാങ്ങിയതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നവനെ നീ വല്ലാത്തൊരു ഞെട്ടിലേക്ക് നോക്കി. എന്തിനാ ചാച്ച ഇതൊക്കെ ചെയ്ത്? എന്തിനാ എന്റെ കുഞ്ഞിനെ എടുത്തോണ്ട് വന്ന്? ചാച്ചന് ഇത് എന്നാ പറ്റി? നിന്നോടല്ലടി അങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞേ. വീണിയെ വിളിക്കുന്നത് കേട്ട് ദേഷ്യം വന്ന എബി അവിടെ കണ്ട ചേർന്ന് നിലത്തേക്ക് ആഞ്ഞടിച്ചു. വലിയ ശബ്ദത്തോടെ അതിന്റെ കാലൊടിഞ്ഞ് പൊട്ടി വീണു. നീയയും മോളും ഞെട്ടിപ്പോയി. ഒച്ച കേട്ട് പേടിച്ചു പോയ കുഞ്ഞിപ്പെണ്ണ് നീയുടെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തിയേങ്ങി. ഒന്നുമില്ല വാവേ, ഒന്നുമില്ല, അമ്മയുണ്ട്, പേടിക്കാതെ. നീയെ കുഞ്ഞിപ്പെണ്ണ് ഇറുകെ പിടിച്ച് അവളുടെ ദേഹത്തേക്ക് തട്ടി ആശ്വസിപ്പിക്കാൻ നോക്കി. അയ്യോ, മോള് പേടിച്ചോ? അങ്കിള് ചുമ്മാ വെറുതെ കാണിച്ചതല്ലേ. പെട്ടെന്ന് തന്നെ മുഖത്തെ രൗദ്രഭാവം മാറ്റി കുഞ്ഞിപ്പെണ്ണ് ആശ്വസിപ്പിക്കാൻ നീയെ കരികിലേക്ക് കൈ നീട്ടിക്കൊണ്ട് അവൻ ചെന്നതും വേണ്ട, അടുത്തേക്ക് വരരുത്. അവനെ തടഞ്ഞുകൊണ്ട് കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് രണ്ടടി പിന്നിലേക്ക് പോയി നീയ. അവളും വല്ലാതെ ഭയന്നിരുന്നു. നിനക്കെന്നെ പേടിയാണ് മോള്? നീ എന്തിനാണ് എന്നെ പേടിക്കുന്നത്? ഞാൻ നിന്റെ എബിച്ചായനല്ലേ? അല്ല, നിങ്ങൾ എന്റെ എബിച്ചാച്ചനല്ല. എനിക്കറിയാവുന്ന ഒരാളുണ്ടായിരുന്നു, എന്നോട് സ്നേഹവും വാത്സല്യവും മാത്രം കാണുന്ന ഒരാൾ. കുഞ്ഞുനാളെ തൊട്ട് എനിക്ക് വിഷമം വന്നാൽ ഓടി എൻ്റെ അടുത്തേക്ക് എത്തുന്ന ഒരാൾ. ആ ആൾ എനിക്ക് പേടിയില്ല. പക്ഷേ ഇപ്പൻ്റെ മുന്നിൽ ഈ നിൽക്കുന്ന നിങ്ങൾ എനിക്ക് അറിയില്ല. എബിക്ക് നേരെ ശബ്ദം ഉയർത്തിക്കൊണ്ട് നീയെ ചീറി വിളിച്ചു. അപ്പോഴും അവളുടെ ചുണ്ടുകൾ വിറച്ചു. അവന്റെ ചുണ്ടിലൊരു ചിരി നിറഞ്ഞു. എന്റെ നീയൊക്കെ എന്നെ അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാൻ ഞാൻ ആരായിരുന്നു നിനക്കെന്ന്. അല്ലെങ്കിൽ നീ എനിക്ക് ആരായിരുന്നെന്ന് കേൾക്കണ്ടേ? ചിരിയോടവൻ ചോദിച്ചത് നീയെ തലവിൽ എങ്ങനെയാട്ടി. കേൾക്കണം നീയാ, നീ കേട്ടേ പറ്റൂ. എനിക്ക് നീയേ ഉള്ളൂ. നീ മോളെയും കൊണ്ട് ഇങ്ങനെ നിൽക്കല്ലേ. നീ അവിടെ ഇരിക്ക്, എന്നിട്ട് ഞാൻ പറയുന്നത് കേൾക്ക്. ബെഡിൽ ചൂണ്ടി അവൻ പറഞ്ഞതും നീ ആ നിൽപ്പ് അങ്ങനെ നിന്നു. കുഞ്ഞിപ്പെണ്ണപ്പോഴും നല്ല കരച്ചിലാണ്. മോള് കരയുന്നത് കണ്ടില്ലേ? അവിടെ ഇരിക്കടി.
പറഞ്ഞിട്ട് കേൾക്കാതെ നിൽക്കുന്നവൾ നോക്കി ചുവന്ന കണ്ണുകളോട് പിന്നെ ഒരു അലർച്ചയായി നീന്തി. ഞെട്ടിവിറച്ചു പോയവൾ കുഞ്ഞുമായി ബെഡിലേക്ക് ഇരുന്നു. മോളെ നെഞ്ചിലേക്ക് അവൾ അടക്കി പിടിച്ചു. അവനൊരു ചിരിയോടെ അവൾക്ക് മുന്നിലേക്ക് ഒരു കസേര വലിച്ചിട്ട് അവിടേക്ക് ഇരുന്ന് അവളെ നോക്കി. തരകൻ വീട്ടിൽ അവിവാഹിതനായ ജോർജിന് തോന്നിയ ഒരു പൂതിയായിരുന്നല്ലോ ഒരു മകനെ എടുത്തു വളർത്താൻ. അനാഥാലയത്തിൽ നിന്നും 5-ാമത്തെ വയസ്സിൽ അയാളുടെ കയ്യും പിടിച്ച് ആ വീട്ടിൽ വന്നപ്പോൾ മുതൽ കാണുന്നവർക്കെല്ലാം ഞാൻ എബിൻ ജോർജ് തരകനായി. പക്ഷേ പോകെ പോകെ മനസ്സിലായി പെണ്ണേ, ആ പേരും ചന്തവും ഒക്കെ പുറത്തേ ഉള്ളൂ എന്ന്. ഉള്ളിൽ ആ വീട്ടിലെല്ലാവർക്കും ഞാൻ എവിടുന്നോ വലിഞ്ഞു കയറി വന്നവനാന്നാണ്. കുഞ്ഞുനാൾ തൊട്ട് എല്ലാവരും എല്ലാത്തിൽ നിന്നും മാറ്റി നിർത്തും. എന്തിനാ എന്നെ ഇത്രയും വെറുക്കുന്നതെന്ന് ആലോചിച്ചപ്പെടാം ആ കാരണം മനസ്സിലായത്. അവൻ ലിയോൺ, സ്വന്തം ചോരയിൽ പിറന്ന ചെറുമകൻ, ആ വീട്ടിലുള്ളപ്പോ എടുത്തു വളർത്തിയ അനാഥ ചെറുക്കന് ആർക്കും വേണം, ആർക്കും വേണ്ട. പക്ഷേ നീ അന്ന് ആദ്യമായി ജൂലി ആന്റിയുടെ കയ്യിൽ തൂങ്ങി നാട്ടിൽ വന്ന നീയാ എന്നെ കണ്ടു തുടങ്ങി. നീയല്ലേ മോളെ ഒത്തിരി പരിഗണന ആ വീട്ടിൽ എനിക്ക് തന്നേ. ഞാൻ എന്നൊരാൾ ആ വീട്ടിലുണ്ടെന്ന് അറിഞ്ഞത് പോലും നിന്നിലൂടെയാണ്. എന്തിനും ഏതിനും ലിയോണിനേക്കാൾ ഉപരി എന്നെയല്ലേ നീ വിളിച്ചിട്ടുള്ളത്. ഉണ്ണാനിരിക്കുമ്പോൾ എന്നെ വിളിച്ച് അടുത്തിരുത്തും, കളിക്കാൻ വിളിച്ച് എൻ്റെ കയ്യിൽ തൂക്കും. ഓർമ്മയില്ലേ അതൊക്കെ നിനക്ക്? കണ്ണുകൾ നിറച്ച് വല്ലാത്തൊരു ചിരിയോടെ ചോദിക്കുന്നവൻ കാണുക നീയുടെ ഉള്ളൊന്നും ആദ്യ. ലിയോണിന് എപ്പോഴും ദേഷ്യം. അതല്ലേ അന്ന് ചെറുതാണെന്ന് പോലും ഓർക്കാതെ അവൻ്റെ സൈക്കിളിലൊന്ന് കയറിയ നിന്നവൻ താഴെ തള്ളിയിട്ടത്. അന്ന് നിന്റെ കാല് പൊറിഞ്ഞ് ചോര പൊട്ടിയപ്പോൾ പിഴഞ്ഞത് എൻ്റെ ചങ്കാ മോളെ. അതാ ഞാനന്ന് അവൻ്റെ സൈക്കിളിൽ ബ്രേക്ക് വെച്ച് വിട്ടേ. നീ വീണത് പോലെ അവന് പോന്നു. അത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. പക്ഷെ അപ്പോഴും ചാച്ചാന്ന് വിളിച്ച് നീ അവൻ്റെ അരികിലേക്ക് ഓടി. അപ്പം എനിക്ക് എന്ത് ദേഷ്യമെന്ന് അറിയോ നിനക്ക്? സഹിച്ചില്ല. നീ യാത്ര പറഞ്ഞ് തിരികെ അമേരിക്കയിലേക്ക് പോകാൻ നേരം എന്നെ കെട്ടിപ്പിടിച്ചത് ഓർമ്മയുണ്ടോ? അന്ന് നീ പറഞ്ഞു ഞാൻ വിളിക്കും അപ്പം നബിച്ചായൻ എൻ്റെ അടുത്തേക്ക് ഓടി വരണമെന്ന്. അന്ന് മുതൽ കാത്തിരിക്കും ഞാൻ. എൻ്റെ വിളിക്കായി, നിന്റെ ആ ശബ്ദം ഒന്ന് കേൾക്കാനായി.